ഇത് സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, കൊല്ലം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മുഴുവൻ ജില്ലകളിലും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട്. ഇന്നും നാളെയും ഇതേ സ്ഥിതി തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇന്നത്തേക്കും നാളത്തേക്കുമായിട്ട് ഹീറ്റ് വേവ് അലേർട്ട് എത്തിക്കുന്നത്. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി ഈ നേരിട്ട് സൂര്യതാപം ഏൽക്കാതിരിക്കുക എന്നുള്ളത് മാത്രമുള്ളൂ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി. ഇന്നും നാളേക്കും ശേഷം താപനിലയിൽ ഒരു ചെറിയൊരു കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തേക്ക് നമ്മൾ ആശങ്കയെന്നല്ല അതിന് പറയേണ്ടത്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് തുടർച്ചയായ ദിവസങ്ങളിൽ താപനില ഉയർന്നു നിൽക്കില്ല പല സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 ദിവസത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഏറെ കാലത്തേക്കോ ഏറെ സമയത്തേക്കോ നീണ്ടു നിൽക്കുന്നതല്ല, പക്ഷെ എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് എന്നുള്ളതാണ് മുന്നറിയിപ്പുകൾ. എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മാധു, അത് തന്നെയാണ്. അടുത്ത 2 ദിവസം ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വയനാടും ഇടുക്കിയും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിലിപ്പോൾ പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾ, ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഉഷ്ണതരംഗ സാധ്യത കൂടുതലാണ് ഈ 3 ജില്ലകളിൽ എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുകയാണ് താപനില. ഒപ്പം തന്നെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അടുത്ത 2 ദിവസം കൂടി താപനില ഉയരുമെന്നുള്ളൊരു മുന്നറിയിപ്പ്. നേരത്തെ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ ഇപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അടക്കം താപനില ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. ഇനിയൊരു മഴ വരണമെങ്കിൽ 27-ാം തീയതിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു വേനൽ മഴ കാലാവസ്ഥാ കേന്ദ്രം പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയം വരെ ഇതേ രീതിയിൽ തന്നെ ചൂട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ സമയം നേരിട്ട് സൂര്യപ്രകാശം കൊള്ളുന്നത് ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ്. ഒപ്പം തന്നെ വിവിധ മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നൽകിയ രീതിയിലുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക എന്നുള്ളതാണ്. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഇത്തരത്തിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നിലവിൽ നൽകുന്നുണ്ട്. മാധു, സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകുന്നത്. നല്ല ചൂടാണ്, ഒരിത്തിരി വെയിൽ കൊള്ളേണ്ടി വരും എന്ന നിലയല്ല നിലവിൽ സംസ്ഥാനത്തുള്ളത് എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സൂര്യാതപം ഏറ്റു പൊള്ളിയിട്ടുണ്ട് എങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് പോകില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ജീവിതകാലം മുഴുവനും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിലൊരു ജാഗ്രത വേണം. നമുക്ക് ചില കാര്യങ്ങൾ ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. പക്ഷേ ആ സമയക്രമം എത്രയാണ്, നമ്മുടെ ചുറ്റുമുള്ള ചൂട് എന്നൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ സംവിധാനമുണ്ടല്ലോ. അപ്പോൾ ആ സമയക്രമം ഒന്ന് ഒഴിവാക്കി വൈകുന്നേരത്തേക്കോ മറ്റോ ആ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുക. പുറത്തേക്ക് പോകാതിരിക്കുക. കുഞ്ഞുങ്ങളെ വൈകുന്നേരം കളിക്കാൻ പുറത്തേക്ക് അയക്കുക. ബാക്കിയുള്ള സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തുക. ശരിയാണ്, വെക്കേഷൻ സമയമാണ്. പക്ഷേ നമ്മൾക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടണമല്ലോ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഒരു ജാഗ്രത വളരെ കുറച്ച് ദിവസത്തേക്ക്, 2 ദിവസത്തേക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ്. ആ 2 ദിവസത്തേക്കെങ്കിലും പരമാവധി പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക.